ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ ചെറുപയർ പൊടി ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ്. രണ്ടാമത്തേത് ആ ഉണ്ടാക്കിയെടുത്ത ചെറുപയർ പൊടിയെ കൊണ്ടുണ്ടാകുന്ന ഒരു കുഞ്ഞു ഫേസ് പാക്കും കൂടി. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ചെറുപയർ പൊടി നമ്മുടെ ഫേസിൽ നമുക്ക് പാക്കായിട്ടും ഇടാം, അതുപോലെ തന്നെ നമുക്കത് ഫേസ് വാഷ് ആയിട്ടും ഉപയോഗിക്കാം അല്ലേ. അതുപോലെ നമ്മുടെ ഹെയറിനും ഹെയർ ഗ്രോത്തിനും താരം പോകാനും ഒക്കെ നമുക്കത് ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് കൊടുത്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ചിട്ട് ചെറുപയർ എടുക്കാം. അതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. അതിനുശേഷം നമുക്കത് നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കാം. കാരണം അതിൽ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടാകും, അതുപോലെ തന്നെ കേടായ പയറൊക്കെ ഉണ്ടാകും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്കത് വെയിലത്തിട്ടിട്ട് നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കാം. അത് നന്നായിട്ട് തന്നെ ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമുക്കത് നല്ല ഫൈനായിട്ട് പൊടിച്ച് കിട്ടും. അപ്പോൾ പുറത്ത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ചെറുപയർ മിക്സീൻ്റെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. അപ്പം നമുക്കിത് നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു പൊടി നമുക്ക് ഒന്ന് അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം. ഇനിയിപ്പം നമ്മൾ എത്ര നന്നായിട്ട് പൊടിച്ചെടുത്തെന്ന് പറഞ്ഞാലും ചിലപ്പോൾ പൊടിയാത്ത ചില ഭാഗങ്ങളുണ്ടാവും, അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു തരികളുണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മളിങ്ങനെ നന്നായിട്ട് തന്നെ അരിച്ചെടുക്കുന്നത്. അപ്പം നമ്മളങ്ങനെ അരിച്ചെടുക്കുമ്പം തന്നെ ആ ഒരു പാത്രത്തിൽ നല്ല ഫൈനായിട്ട് തന്നെ നല്ല പൊടിയും അതുപോലെ ആ ഒരു അരിപ്പയിൽ നമുക്ക് കുറച്ചൊരു യെല്ലോ ഷെയ്ഡിലുള്ള തരികൾ കിട്ടുന്നത്. അപ്പോൾ ആ തരികൾ കളയേണ്ട, അതിനെ കൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. അത് ഞാൻ വീഡിയോൻ്റെ ഇടയ്ക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആ ഒരു നൈസ് പൊടി നമുക്ക് ഇതുപോലുള്ള ഒരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പൊടിയാണ് നമ്മുടെ ഫേസ് വാഷ് ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ഹെയർ പാക്ക് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ മാറ്റി വെച്ച ആ ഒരു യെല്ലോ ഷെയ്ഡ് തരികളില്ല, അത് നമുക്ക് വീക്ക്ലി ഒരു സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം. ഇതിനെ കൊണ്ട് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആവുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. അത് ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞു അല്ലേ, അത് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പറഞ്ഞത് നമ്മളൊരു കുഞ്ഞ് ഫേസ് പാക്ക് ഉണ്ടാക്കുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതും ഇതുപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര എഫക്റ്റീവാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ചെറുപയർ പൊടി എടുക്കുക, അതിലേക്ക് റോസ് വാട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കുക. അപ്പോൾ ഈ റോസ് വാട്ടറിന് പകരം നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിന് ഏതാണോ സ്യൂട്ട് ആകുന്നത് അത് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ഡ്രൈ ആകുമ്പം തന്നെ നമുക്ക് മസാജ് ചെയ്ത് കഴുകിക്കളയാം. അധികം ഡ്രൈ ആകാൻ കാത്തിരിക്കേണ്ട, കാരണം നല്ലോണം ഡ്രൈ ആകുമ്പോൾ നമ്മുടെ ഫേസ് വലിഞ്ഞു പിടിക്കാനും ചുളിവുകൾ വരാനും കാരണമാകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് കഴുകിക്കളയാം. ഞാൻ ഇത് കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കും ഫേസ് വാഷൊക്കെയാണ്. അപ്പോൾ നിങ്ങളും എന്തായാലും ട്രൈ ചെയ്യാൻ, നല്ല എഫക്റ്റീവാണ്. നമ്മൾ ഈ 20-30 രൂപ മുടക്കിയിട്ട് കടയിൽ നിന്ന് ഒരു ചെറുപയർ പൊടി വാങ്ങിയാൽ അത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും. പക്ഷേ ആ ഒരു പൈസക്ക് നമ്മൾ ചെറുപയർ വാങ്ങി വീട്ടിൽ നിന്ന് പൊടിച്ചിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതൊരു നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടി അത് ചിലപ്പോൾ മോശം പയർ കൊണ്ട് പൊടിച്ചിട്ടാണെങ്കിൽ അത് നമുക്ക് അലർജി ഉണ്ടാക്കുക, ഫേസിലൊക്കെ അലർജി ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പൊടിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു വീഡിയോസിൽ കാണുന്നവരെ ബൈ.